ഈ സംഭവവികാസങ്ങളില് പോസിറ്റീവായിട്ടൊരു കാര്യമുണ്ട്. അതായത് വോട്ട് കൊള്ള, അതിന്റെ പേരിലുണ്ടായ വിവാദങ്ങള്, ഇപ്പോൾ ഈ ജനാധിപത്യ വിരുദ്ധമായ ബില്ല്, ഈ രണ്ട് വിഷയങ്ങൾ ഒരു കാര്യത്തെ സഹായിച്ചു. അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ മുഴുവൻ ഒന്നിച്ചു നിർത്താൻ സാധിച്ചു. നേരത്തെ ഇന്ത്യ സഖ്യത്തിലെ ചില കക്ഷികള് പിണങ്ങിയും പരിശോധിച്ചും ഒക്കെ നിൽക്കുകയായിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഒന്നായി. ഇന്നലെ ഈ ബില്ലിനെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തത് തൃണമൂൽ കോൺഗ്രസാണ്. കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ട് മമതാ ബാനർജിയുടെ ഇത് സംബന്ധിച്ച പ്രതികരണം അതിശക്തമായിരുന്നു, അതിമൂർച്ചയുള്ളതായിരുന്നു. അവരുടെ ലോക്സഭയിലെ നേതാവ് കല്യാൺ ബാനർജി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ബില്ല് അവതരണം തുടങ്ങിയപ്പോൾ തന്നെ തൃണമൂൽ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. അതുപോലെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അവർക്കൊന്നിച്ച് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചു. BJP-യുടെ ഈ രണ്ട് നടപടികൾ സത്യത്തിൽ പ്രതിപക്ഷ കക്ഷികളെ ഒന്നിച്ചു നിൽക്കാൻ സഹായിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.